ഇതിൽ നോർമലി ഫോട്ടോഷോപ്പ് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ഫോട്ടോഷോപ്പ് CS3 പോലെയല്ല ഇത്. കാരണം ഇല്യൂസ്ട്രേറ്റർ CS6 ആണ്. അതായത് ഒരു 3 പടി മുന്നിലാണ്. ഫോട്ടോഷോപ്പിൻ്റെയും CS6 ഇൻസ്റ്റാൾ ചെയ്താൽ അതുപോലെ ഉണ്ടാവും കാണാൻ. നിങ്ങളപ്പോൾ CS3 വന്നിട്ട് നിങ്ങൾക്ക് തുടക്കമായിരുന്നു. നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ തുടക്ക സ്റ്റേജ് ആയത് കാരണം CS3 നിങ്ങൾക്ക് പഠിക്കാൻ തന്നു. അപ്പം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെ പെൻ ടൂൾ ഉപയോഗിക്കണം, എങ്ങനെ ഇമേജ് കട്ട് ചെയ്യണം, എങ്ങനെ ടെക്സ്റ്റ് ചെയ്യണം, അതിനൊക്കെ ഒരു ബേസിക് നിങ്ങൾക്ക് പിടുത്തം കിട്ടി. ഇനി ആ ബേസിക്കിൻ്റെ ഇല്യൂസ്ട്രേറ്റർ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവണം. ഇപ്പം ഞാൻ ഇല്യൂസ്ട്രേറ്ററിൻ്റെ CS6 ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. ഇവിടെയുള്ള സോഫ്റ്റ്വെയർ CS6 ആണ്. ഓക്കെ, ഇതിൽ CS3 ഉപയോഗിച്ച് എന്താണെന്നറിയോ, ചില ടൂൾസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വർക്ക് ചെയ്യാൻ, ഓൾഡ് വേർഷൻ ആയത് കാരണം. അതേപോലെ തന്നെ കുറച്ചും കൂടി പുതിയതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിനെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു മൊത്തത്തിലൊരു ബ്ലാക്ക് തീമാണ്. ഫോട്ടോഷോപ്പ് വന്നിട്ട് ഒരു ഗ്രേ കളറുമായി കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ടായിരുന്നു. ഫോട്ടോഷോപ്പിൻ്റെ CS6 ഇട്ടാലും ഇതേ ബ്ലാക്ക് തീമായിരിക്കും വരിക. നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വൈറ്റ് ആണ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രിഫറൻസ് പറഞ്ഞൊരു സാധനമുണ്ട് ഇവിടെ താഴെ. പ്രിഫറൻസ് അതിൽ ഇന്റർഫേസ് ഉണ്ടാവും. ഇതണ്ട പ്രിഫറൻസ് അടിച്ചു കഴിഞ്ഞാൽ ഇന്റർഫേസ്, യൂസർ ഇന്റർഫേസ് കാണുന്നില്ലേ? അത് കണ്ടില്ലേ ഇവിടെ ഡാർക്ക് ലൈറ്റ് എന്ന് കാണുന്നുണ്ട. ഇങ്ങോട്ട് പോകുന്നതോറും ഡാർക്ക് ആവും. ഇതാണ് മീഡിയം ഡാർക്ക്, നോർമലി ഡിഫാൾട്ടായിട്ട് ഉണ്ടാവുക. ഇങ്ങോട്ടും പോകുന്നതോറും നമുക്ക് ലൈറ്റ് വേർഷനിലേക്ക് വരും. ഇത് CS3 ഇല്ല, മനസ്സിലായ? CS3 നമുക്ക് ഡാർക്കും ലൈറ്റും ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല. CS3 ഒരേ ഒരു കളറേ ഉള്ളൂ. ചില ആൾക്കാർക്ക് ഡാർക്ക് ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ മൊബൈലിൽ ഡാർക്ക് തീം ഒക്കെ കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ നമുക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ലൈറ്റ് തീമിൽ തന്നെ വെക്കാം. ഓക്കെ, ഇനി നോർമലി ഫോട്ടോഷോപ്പിൽ തന്നെ ഫയലിൽ പോയിട്ട് ന്യൂ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ Ctrl+N അടിച്ചാൽ പുതിയ ഡോക്യുമെന്റ് കൊടുക്കാനുള്ള ആ ബോക്സ് വന്നു. ഇതിൽ ഫോട്ടോഷോപ്പിൽ കണ്ട പോലെ തന്നെ സൈസ്, റെസൊല്യൂഷൻ എന്നുള്ള സംഭവം ഇതിൽ കാണുന്നില്ല. ഉണ്ട് ഇവിടെ അഡ്വാൻസ്ഡ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും റെസൊല്യൂഷൻ എന്നുള്ളത്. അത് ഡിഫാൾട്ടായിട്ട് ഇല്യൂസ്ട്രേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ അത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള മെഷർമെൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, A4 ആണോ ലെറ്റർ ആണോ എന്നൊക്കെ മാറ്റിയിട്ട്, അല്ല നമുക്ക് സൈസ് മെഷർമെൻറ്റ് കസ്റ്റം ഷേപ്പ് സൈസിൽ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ യൂണിറ്റ് ചേഞ്ച് ചെയ്യാം. മില്ലിമീറ്റർ, ഇഞ്ചസ്, സെൻറ്റിമീറ്റർ ഒക്കെ മാറ്റി നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ A4 ആകുമ്പോൾ A4ൻ്റെ മെഷർമെൻറ്റിൽ വന്നു. ഒരു ഓക്കെ കൊടുത്തു. കണ്ടാ? ഇതിലിപ്പോൾ ഇല്യൂസ്ട്രേറ്ററിൽ ആർട്ട് ബോർഡ് എന്നാ പറയാ. ഓക്കെ, അതുകൂടാതെ ഓരോ ഡോക്യുമെന്റും നമുക്ക് ഇവിടെ മുകളിലായിട്ട് കാണാം. അതായത് CS6ന്റെ പ്രത്യേകതയാണ്. ഇവിടെ മുകളിൽ കാണുന്നില്ലേ ഒരു ടാബ്? നിങ്ങൾ ഗൂഗിൾ ക്രോം ഒക്കെ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ID ഒരു ടാബ്, യൂട്യൂബ് ഒരു ടാബ്. അതേപോലെ നമ്മൾ ഓരോ തവണ പുതിയ പുതിയ ഡോക്യുമെന്റ് എടുക്കുന്നതോറും പുതിയ പുതിയ ടാബിൽ, ഇപ്പോൾ ഞാൻ ഇതിൽ A4 എടുത്തു, അടുത്ത തവണ ഞാൻ ലെറ്റർ എടുത്തിട്ട് ഓക്കെ കൊടുത്തു. വേണ്ട, ലെറ്റർ അടുത്ത ടാബിൽ A4 ആണെങ്കിൽ ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ A4 വരും. അപ്പോൾ നെറ്റ് ഉപയോഗിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേ കൺസെപ്റ്റ് തന്നെയാണ്. ഓരോ ടാബിലും വേറെ വേറെ ഡോക്യുമെന്റ് ഉണ്ടാവും. ഇത് ഫോട്ടോഷോപ്പിന്റെ CS6 ഉപയോഗിച്ചാൽ ഇങ്ങനെ ടാബിലായിരിക്കും വരിക. ഓക്കെ, ഇത് സ്റ്റാൻഡേർഡ് വ്യൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷോപ്പിൽ, ആ വ്യൂ ആണ്. അത് മറ്റേ അതിലെങ്ങനെ ഉണ്ടാവും പറഞ്ഞത് അങ്ങനെയായിരിക്കും വരിക. ഇങ്ങനെ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് നീക്കണതിന് പകരം ഇവിടെ ടാഗ് ചെയ്ത് വെക്കാനാണ് ഈ പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ആർട്ട് ബോർഡ് എന്നാ പറയുക. ഈ നടുക്ക് കാണുന്ന വൈറ്റ് ബോർഡിൽ ഇവിടെ A4ൻ്റെ ആർട്ട് ബോർഡ്, A4ൻ്റെ സൈസ്. ബാക്കി ഇവിടെയും പുറത്ത് കുറേ ഗ്രേ ഏരിയ കാണുന്നുണ്ട്. നമ്മൾ സൂം ഔട്ട് Ctrl- തന്നെയാണ് ഇതിൽ വരിക. Ctrl- അടിച്ചാൽ സൂം ഔട്ട് ആവും. അപ്പോൾ എന്തായി, ആർട്ട് ബോർഡിൽ ഇനിയും നിറയെ മൈതാനം പോലെ സ്ഥലം കിടക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പിൽ ഈ ഏരിയയിലൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഡോക്യുമെൻ്റ് ഏരിയ മാത്രമേ. നമ്മളൊരു ബോക്സ് വരച്ച് കഴിഞ്ഞാൽ, ബോക്സോ സർക്കിളോ, ഞാൻ ഇവിടെ നിന്നൊരു ബോക്സ് സർക്കിൾ എടുത്തു. സർക്കിൾ എടുത്തിട്ട് Ctrl+ തന്നെ ഫിറ്റ് സ്ക്രീന് സർക്കിൾ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണും.
ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഹൈഡ് ആവും ഫോട്ടോഷോപ്പിൽ. ഇല്ലുസ്ട്രേറ്ററിൽ അങ്ങനെയല്ല, കാണും. അതായത് വർക്കിംഗ് ഏരിയ ആണ്. നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ലോഗോ വർക്കോ എന്തെങ്കിലും ഒരു ഐക്കൺ വർക്കൊക്കെ ചെയ്യുമ്പോൾ റഫ് വർക്കൊക്കെ ഇവിടെ പുറത്ത് ചെയ്യാം. ബാക്കി ഫൈനൽ ഔട്ട്പുട്ട് മാത്രം ഇവിടെ വെച്ചാൽ മതി. അങ്ങനെ വർക്കിംഗ് ഏരിയ ആണ്. ഓക്കെ. പിന്നെ ഇതിൽ ആർട്ട് ബോർഡ് ഇതിപ്പോൾ ഒന്നേ ഉള്ളൂ. നമുക്കിതിൽ കൂടുതൽ എടുക്കാൻ പറ്റും. എങ്ങനെയാ പറഞ്ഞാൽ അതിൽ ടൂൾസ് ഉണ്ട് ഇവിടെ. ആർട്ട് ബോർഡിൻ്റെ ടൂൾ ബോക്സിൽ പോയി കഴിഞ്ഞാൽ വേണ്ട ആർട്ട് ബോർഡ് ടൂൾ, അത് അങ്ങനെയും എടുക്കാൻ പറ്റും. നമ്മുടെ പാനലിൽ, അതായത് ഈ പാനലിലുള്ള സംഭവം ഇങ്ങനെ ഫോട്ടോഷോപ്പിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ പാനലിൽ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ എവിടെ നിന്ന് കിട്ടും? നമുക്ക് വിൻഡോസിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇതിൽ കാണുന്ന വിൻഡോസ് ഒക്കെയാണ് ഇവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിവിടെ കാണുന്ന ആർട്ട് ബോർഡ് എന്നൊരു പാനലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സിസ്റ്റം ഓപ്പൺ ചെയ്തതിൽ ആർട്ട് ബോർഡ് കണ്ടില്ല എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യണം? വിൻഡോസിൽ പോയിട്ട് ആർട്ട് ബോർഡ് എന്നുള്ള മെനു ഉണ്ടോ നോക്കുക. അപ്പോൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യണം. വേണ്ട ആർട്ട് ബോർഡ് എന്ന് എഴുതിയിരിക്കുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്താലും ഇവിടെ ക്ലിക്ക് ചെയ്താലും സെയിം തന്നെയാണ്. അപ്പോൾ ഈ ആർട്ട് ബോർഡ് എന്നുള്ള പാനലിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ ആർട്ട് ബോർഡ് 1 എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ലെയർ പാനൽ പോലെ ഇവിടെ ലെയർ പാനലും ഉണ്ട്. പക്ഷേ ലെയർ പാനലിൽ പ്രസക്തി കുറവാണ് ഇല്ലുസ്ട്രേറ്ററിൽ. കോറൽഡ്രോ പോലെ തന്നെയാണ്. കോറൽഡ്രോ നിങ്ങൾ ആരെങ്കിലും ലെയർ പാനൽ മുകളിലും താഴേക്ക് ആക്കി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? കോറൽഡ്രോ വർക്ക് ചെയ്തവർക്ക് അറിയാം. ഫോട്ടോഷോപ്പിൽ ലെയർ നോക്കണം. കോറൽഡ്രോയിൽ ഇല്ലുസ്ട്രേറ്ററിൽ ലെയറിന് അത്ര പ്രാധാന്യം ഇല്ല. ഉണ്ട്, ലെയർ പാനൽ പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഈ ആർട്ട് ബോർഡ് എന്നുള്ള പാനലിൽ താഴെ ഇവിടെ ന്യൂ എന്ന് കാണുന്നുണ്ട്. കണ്ട ന്യൂ ആർട്ട് ബോർഡിൻ്റെ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി? എന്താണോ ആൾറെഡി ഉള്ളത് നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ് അതിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വന്നു. ഇനി എത്ര തവണ ഞാൻ ക്ലിക്ക് ചെയ്താലും ഓരോ ആർട്ട് ബോർഡ് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ട് ബോർഡ് ഡിലീറ്റ് ആവും. ഇത് ലെയർ അല്ല, ആർട്ട് ബോർഡ്. അതായത് A4 നിങ്ങൾ ഒരു 4 പേജ് ഒരു നോട്ടീസ് ചെയ്യുന്നു എന്ന് കരുതുക. 4 പേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു A4 തന്നെ 2 പുറമായാൽ തന്നെ രണ്ട് സൈഡ് ഡിസൈനായി. അപ്പോൾ ഫ്രണ്ടും ബാക്കും ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് ബോർഡിൽ ഫ്രണ്ടും ഈ ആർട്ട് ബോർഡിൽ ബാക്കും ചെയ്യാം. അപ്പോൾ ഒരേ ഡോക്യുമെന്റിൽ തന്നെ നമുക്ക് 2 വശവും ഡിസൈൻ ചെയ്യാം. അതേപോലെ വിസിറ്റിംഗ് കാർഡ് ചെയ്യുകയാണെങ്കിലും ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. മാഗസിൻ ചെയ്യുമ്പോൾ ഒരു 20 പേജിൻ്റെ മാഗസിനൊക്കെ ചെയ്യുകയാണെങ്കിലും ഒരു ആർട്ട് ബോർഡ് 20 ആർട്ട് ബോർഡ് എടുക്കാം. 20 എന്നൊക്കെ പറയാൻ കാരണം ഒരു ഏകദേശം ഒരു 50-100 എത്തിക്കഴിഞ്ഞാൽ ഇല്ലുസ്ട്രേറ്ററിൽ ഹെവി ആവും. ചെയ്യാൻ പറ്റാണ്ടല്ല, ഇല്ലുസ്ട്രേറ്ററിൽ ഒരുപാട് ഡാറ്റാസ് കൊടുത്തു കഴിഞ്ഞാൽ, ആർട്ട് ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യാണ്ടല്ല, ഹെവി ആവും. നല്ല സ്ലോവിലെ വർക്ക് ചെയ്യുള്ളൂ. അതിനാണ് ഇൻഡിസൈൻ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ലാസ്റ്റ് ഇത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് ആർട്ട് ബോർഡ്. ഇനി അടുത്ത് ഇവിടെ കാണുന്ന ടൂൾസിന്റെ കാര്യം പറയാം. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ കാണുന്ന 2 ടൂൾസ്. ഫോട്ടോഷോപ്പിൽ എവിടെയും കണ്ടിട്ടുണ്ടാവും. പാത്ത് സെലക്ഷൻ ടൂൾ നിങ്ങൾ ഇപ്പോൾ കേട്ടില്ലേ? അതേ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഇതിൽ മൂവ് ടൂൾ പറഞ്ഞ ടൂളൊന്നും ഇല്ല. ആ പാത്ത് സെലക്ഷൻ ടൂളിനെ പിടിച്ച് മുകളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മൂവ് ടൂളിൻ്റെ യൂസും ഇത് തന്നെയാണ് ചെയ്യണത്. ഓക്കെ, ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്തിനാണ്, പാത്ത് സെലക്ഷൻ ടൂൾ എന്തിനാണെന്ന് അറിയാലോ അല്ലേ? എന്തിനാണ് അറിയോ? ഇതായപ്പോൾ ഒരു ബോക്സ് വരച്ചു. ഇപ്പോൾ ബോക്സ് വരച്ച് പാത്ത് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നീക്കാം. അതിൽ ആങ്കർ പോയിന്റിനെ എഡിറ്റ് ചെയ്യാനും നീക്കാനൊക്കെയാണ്, എഡിറ്റ് ചെയ്യാനല്ല മൂവ് ചെയ്യാനാണ് നമ്മൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 4 ആങ്കർ പോയിന്റ് ആൾറെഡി സെലക്റ്റഡ് ആണ്. എങ്ങനെ സെലക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 4ഉം ബ്ലൂ കളറിലാണ് കാണുന്നത്. ഞാൻ പുറത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ എല്ലാം പോയി. ഇനി ഏതെങ്കിലും കോർണറിൽ മാത്രം ഇങ്ങനെ കൊണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി? ഇവിടെ മാത്രം ബ്ലൂ ആണ്ട് ബാക്കിയുള്ള ഇവിടെയൊക്കെ എന്താ കാണുന്നത്? വൈറ്റ് കളറിലാണ്. അപ്പോൾ ഇത് മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ. ഇതും സെലക്ട് ചെയ്യണം പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടുത്തെ സെലക്ഷൻ പോകും. അപ്പോൾ ആ സെലക്ഷൻ പോവാതെ ഇരിക്കണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നോക്കി ഇതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഞാൻ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ താഴോട്ട് വരും.